അല്ല ഇത് നമ്മൾ ഏത് പദ്ധതി ചെയ്യുമ്പോഴും ആ പദ്ധതിക്ക് ചില സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഹൈവേയുടെ കാര്യത്തിൽ നമുക്ക് വലിയ ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹൈവേ അധികൃതരെ നമ്മൾ മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗവൺമെന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ജില്ലാ കളക്ടർമാർക്കും നമ്മൾ അതിന്റെ ജില്ലാ കളക്ടർമാരുടെ യോഗം ചേർന്ന് അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്പോട്ടിലും, എല്ലാ പ്രോൺ സ്പോട്ടിലും പോയി ജില്ലാ കളക്ടർമാർ തന്നെ ഹൈവേ പണിയുന്നതിന്റെ പോയി അന്വേഷിച്ചിരുന്നു. പിന്നെ മഴ കുറഞ്ഞതുകൊണ്ടാണ് എങ്കിലും ഒരുപാട് സ്ഥലത്ത് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് അടക്കമുള്ള സംഭവങ്ങൾ ഹൈവേയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഹൈവേയുടെ നിർമ്മാണത്തിലും ആവശ്യമായ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നില്ല എന്നുള്ള പരാതി സർക്കാരിനുണ്ട്. ഇല്ല, അവർ വേറെ ഇൻഫർമേഷൻസ് ഒന്നുമില്ല. നമ്മള് അത് ആണ് കൂടുതലും ജീവനക്കാർ 7 പേരെയാണ് മിസ്സിംഗ്. അപ്പൊ അവരെ കുറിച്ച് അവര് പണിക്കാരാണ്. അപ്പൊ അവരെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മൾ ശേഖരിക്കുന്നേ. ഞാൻ പ്രാഥമികമായ വിവരമാണ് ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. ഇപ്പൊ 2 മിനിസ്റ്റേഴ്സിനെ ഇപ്പോൾ നമ്മൾ അയക്കുകയാണ് അങ്ങോട്ട്. റവന്യൂ മന്ത്രി അനിൽകുമാറിനെയും വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖും ഇപ്പോൾ തന്നെ അവർ യാത്ര ചെയ്യിക്കും. അവരുടൻ തന്നെ അവിടെ തന്നെ എത്തിച്ചേർന്ന് ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസും ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ ഓഫീസിലും ഇതെല്ലാം ഏകോപിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നു. അത് പ്രാഥമികമായ വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളത്.